വളരെ ചെറിയൊരു കാര്യം. നമ്മൾ ഈ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കില്ല ആൾക്കാർക്ക്. അറിയാതെ ചെയ്തു പോയതായിരിക്കും എന്നുള്ളൊരു ബെനിഫിറ്റ്. അയ്യോ എങ്ങനെയോ സംഭവിച്ചു പോയതായിരിക്കും, അവനെ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളൊരു സംഭവം. അത് ആദ്യം ഒഴിവാക്കണം. ഇത്രയും വർഷത്തെ പണികൾ കിട്ടിയ അനുഭവ സമ്പത്തോണ്ട് പറയുക, എല്ലാവരും എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. യാദൃശികമായിട്ട് കോയിൻസിഡൻ്റലി എതിർച്ചയാൻ ഒന്നും നടക്കുന്നില്ല. എല്ലാം പ്ലാൻഡാണ്. നമ്മളാണ് വിചാരിക്കുന്നത് അതെങ്ങനെയോ സംഭവിച്ചു പോയതാണ്. വർക്ക് റിലേറ്റഡ് സ്റ്റഫ് പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം എത്ര ചിന്തിച്ചാൽ മതി, അവരൊരു ആവശ്യം വരുമ്പോൾ, അവരൊരു പരിപാടി വരുമ്പം ഈ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് നമുക്ക് കിട്ടാറുണ്ടോ? നമ്മളൊരു ചെറിയ കാര്യം ചെയ്യുന്നവരെ ഭയങ്കര ഗ്യാസ് ലൈറ്റ് ചെയ്ത് ഭയങ്കര സീനാക്കാറില്ലേ? നേരെ മറിച്ച് നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും പണി കിട്ടുന്ന സമയത്ത് എപ്പോഴും അങ്ങനത്തെ വ്യക്തികളെയോ അങ്ങനത്തെ സംഭവങ്ങളെയോ ഒരു കോയിൻസിഡൻസിൻ്റെ ഒരു ആംഗിളിലാണ് നമ്മൾ കാണുക. അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കുമല്ലോ, എങ്ങനെയോ സംഭവിച്ചതായിരിക്കും. എല്ലാം അറിഞ്ഞുകൊണ്ടാണ്. ഇത്തരം ഡയലോഗ്സ് ഒക്കെ വരുന്നത് നമ്മുടെ സമയമോ നമ്മുടെ എഫേർട്ടോ കളഞ്ഞതിന് ശേഷമായിരിക്കും. ഇതേപോലെ നമ്മൾ ഈ പറയുന്ന വ്യക്തികളുടെ സമയവും എഫേർട്ടും ഒന്ന് കളഞ്ഞു നോക്ക്. അപ്പോൾ കാണാം അവരുടെയൊക്കെ പെരുമാറ്റം. ഈ എക്സ്ക്യൂസ് പറയാമെന്ന് പറയുന്നത് തന്നെ ബ്ലണ്ടറാണ്. കാരണം ഇത്ര ചിന്തിച്ചാൽ മതി, നമ്മുടെ എക്സ്ക്യൂസസ് എന്തെങ്കിലും അക്സെപ്റ്റഡ് ആയിട്ടുണ്ടോ? നെവർ. നമ്മൾ അതിന് ലോസ് ഫേസ് ചെയ്തിട്ടുണ്ട്. തക്കതായിട്ടുള്ള പെനാൽറ്റി നമുക്ക് പല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഇതിലൂടെ പോയവർക്ക് പെട്ടെന്ന് കത്തും. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും ഡീറ്റെയിലേക്ക് കടക്കാതെ വളരെ പെരിഫറലായിട്ട് പറഞ്ഞു പോകുന്നത്. ഇത്ര കേട്ടാൽ മതി ഈ സംഭവം മനസ്സിലാവണമെങ്കിൽ. ഭൂരിഭാഗം നമ്മളെല്ലാവരും ഇങ്ങനത്തെ ഓരോ കേസിലൂടെ കടന്ന് ഇപ്പോൾ എങ്ങനെയൊക്കെയോ ഇതെന്നൊക്കെ ഇങ്ങനെ പാഠം പഠിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഇതെല്ലാം ആരെങ്കിലും മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ എത്ര എളുപ്പമായേനെ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ വർക്ക് പഠിക്കാൻ പറ്റും, പക്ഷേ പീപ്പിൾ മാനേജ്മെൻറ്റ്, ഈ എങ്ങനെ ഈ ഇതുപോലത്തെ ശകുനികളെ നേരിടണം, ഈ ഒരു പൊളിറ്റിക്സിനിടയിൽ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറയുന്നത് അത് കഷ്ടപ്പെട്ട് പണി കിട്ടി തന്നെ പഠിക്കണം. പക്ഷെ അത് പഠിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു ലെവലായിട്ടുണ്ടാവും. ബേസിക്കായിട്ട് ഇത്രയേ ഉള്ളൂ. വെറുതെ എക്സ്ക്യൂസസ് എൻ്റർടൈൻ ചെയ്യാതൊക്കെ. നമ്മൾ ഒരു പ്രാവശ്യം എക്സ്ക്യൂസസ് കയറാനൊരു ഗ്യാപ്പ് കൊടുത്താൽ, ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ ഒരു ആനേനെ കുത്തിക്കയറ്റാൻ വരെ ശ്രമിക്കുന്ന ആൾക്കാരുള്ള കാലമാണ്. അതുകൊണ്ട് എക്സ്ക്യൂസസിനെ എൻ്റർടൈൻ ചെയ്യാതൊക്കെ. ഇത് പ്രതികാരം ചെയ്യാനോ റിവെഞ്ച് എടുക്കാനോ അല്ല, മറക്കാതൊക്കെ അങ്ങനത്തെ സംഭവങ്ങൾ. അത്രേ പോയിന്റ് ഉള്ളൂ. അതാകുമ്പം അടുത്ത പ്രാവശ്യം ഇതേപോലത്തെ പണികൾ വരുമ്പോൾ നമുക്കൊന്ന് തയ്യാറായിട്ടിരിക്കാം. ഇതിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഇനിയും ഇഷ്ടം പോലെ ഉണ്ടാവും. അതുകൊണ്ട് അതിനെ ഡീൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ള മാത്രമേ ഇതിലൊരു ഹാക്കുള്ളൂ. വർക്കിനെ, നമ്മുടെ ടൈമിനെ, നമ്മുടെ എഫേർട്ടിനെ അക്നോളജ് ചെയ്യാത്തത്, കണ്ട പോലെ നടിക്കാത്തത്, ഇതൊന്നും യാദൃശ്ചികമല്ല. എവറിത്തിങ് ഇസ് ഇൻറ്റൻഷനൽ. ഇന്ന് നമ്മുടെ മുമ്പിലും നമ്മുടെ ചുറ്റിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻറ്റൻഷനലാണ്. കോയിൻസിഡൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിത്ത്. അങ്ങനെ ഒരു സംഭവമില്ല. എല്ലാം എവറിത്തിങ് വിച്ച് ഈസ് ഹാപ്പനിങ് അറൗണ്ട് us is because of some event which is already been planned. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് നടക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ എന്തൊക്കെയോ സംഭവിച്ചോ ഒന്നും നടക്കുന്നില്ല. ആദ്യത്തെ പ്രാവശ്യം പണി കിട്ടുമ്പോൾ തന്നെ പഠിക്കുക, രണ്ടാമത്തെ പ്രാവശ്യം പണി കിട്ടാൻ വെറുതെ കാത്തു നിൽക്കാതൊക്കെ. സോ മേക്ക് ഷുവർ യു ആർ പ്രൊട്ടക്ടിങ് യുവർ ടൈം, വർക്ക് ആൻഡ് എഫേർട്സ്. കാരണം കുറേയൊക്കെ ഇവർ എഴുതുന്ന പോലെ കഥ പോയില്ലേ, ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. സോ ആർക്കും ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കാതൊക്കെ.